നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എനിക്ക് ഈ ടീമിലെ വിശ്വാസമുണ്ട്. അവർക്ക് വേണ്ടിയും അവരുടെ ഫാമിലിക്ക് വേണ്ടിയും ബ്രസീലിയൻ ഫാൻസിന് വേണ്ടിയും മികച്ച പ്രകടനം നടത്തും. അവരുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കാൻ ശ്രമിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുന്നത് ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയറാണ്. ബ്രസീൽ ഇന്ന് കോപ്പ അമേരിക്കയിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ കോസ്റ്റാറിക്കയോട് സമനിലയിൽ പിരിഞ്ഞു. വലിയ വിമർശനങ്ങൾ ബ്രസീലിയൻ ദേശീയ ടീമിനെതിരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കളി കാണാൻ വേണ്ടി സ്റ്റേഡിയത്തിൽ സന്നിഹിതനായിരുന്ന നെയ്മർ ജൂനിയർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. താരം പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്താണല്ലോ. ഇന്നലെ അദ്ദേഹം ബ്രസീലിയൻ ടീമിന്റെ ക്യാമ്പൊക്കെ സന്ദർശിച്ചിരുന്നു. കളി കാണാൻ വേണ്ടി സ്റ്റേഡിയത്തിൽ എത്തുകയും ചെയ്തിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ബ്രസീലിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. പല വിമർശനങ്ങളുടെ കൂരമ്പുകൾ ബ്രസീലിയൻ താരങ്ങളുടെ നേർ പാഞ്ഞെടുക്കുമ്പോൾ അത് തടയാൻ ഇറങ്ങിയിരിക്കുകയാണ് നെയ്മർ ജൂനിയർ. നെയ്മർ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കളി കാണാൻ വേണ്ടി അദ്ദേഹം എത്തിയ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം കുറിക്കുന്നു, നമ്മൾ കളിക്കളത്തിൽ നിൽക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മുടെ ഏറ്റവും മികച്ച പ്രകടനം നടത്താനാണ് നമ്മൾ ശ്രമിക്കുക. ചില ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതൊന്നും ശരിയായി വന്നുകൊള്ളണമെന്നില്ല. ചില ദിവസങ്ങളിൽ അത് ശരിയാവുകയും ചെയ്യും. ഒരു ഫുട്ബോൾ പ്ലെയർ ആവുക എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും നിങ്ങൾ ജഡ്ജ് ചെയ്യപ്പെടുക എന്നാണ് അർത്ഥം. നിങ്ങളുടെ ഓരോ പാസും ഓരോ കിക്കും നിങ്ങളുടെ ഓരോ തീരുമാനങ്ങളും നീക്കങ്ങളും ഒക്കെ ജഡ്ജ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് അതങ്ങനെ? കാരണം എല്ലാ ബ്രസീലിയൻസിനും ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ താരമാവാൻ ആഗ്രഹമുണ്ട്. എല്ലാവരും അത് സ്വപ്നം കാണുന്നവരാണ്. എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുള്ളവരുമാകും. അതുകൊണ്ട് തന്നെയാണ് കളിക്കളത്തിന് പുറത്തിരിക്കുമ്പോൾ കളിക്കളത്തിനകത്തുള്ളതിനേക്കാൾ അറിവുണ്ട് എന്ന തോന്നലുണ്ടാവുക. അത് നോർമലുമാണ്. കളിക്കളത്തിന് പുറത്തു നിൽക്കുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു വിഷൻ നമുക്ക് ലഭിക്കുന്നു. പക്ഷേ കളിക്കളത്തിനകത്ത് കാര്യങ്ങൾ അങ്ങനെയല്ല. തീർച്ചയായിട്ടും അവിടെ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ കളിയിൽ തീരുമാനം എടുക്കേണ്ടി വരും, നീക്കങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ഇന്ന് ഞാൻ എങ്ങനെയാണ് പുറത്തിരുന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്തു. തീർച്ചയായിട്ടും ചില ഘട്ടങ്ങളിൽ എനിക്ക് തീർച്ചയായിട്ടും നല്ല വേദനയുണ്ടായിരുന്നു. കളിക്കാൻ കഴിഞ്ഞില്ല, കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പം തീർച്ചയായിട്ടും ആ ഗോള് വരാത്തതിലും മറ്റുമൊക്കെയായിട്ട് ഞാൻ നിരാശനായിക്കൊണ്ട് അവിടെ നോക്കിയിരുന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ മത്സരം അവസാനിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ ട്രെയിൻ ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക. അടുത്ത മത്സരത്തിന് വേണ്ടി ട്രെയിനിങ് നടത്തി ഇമ്പ്രൂവ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ ടീമിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവർക്ക് വേണ്ടിയും അവരുടെ ഫാമിലിക്ക് വേണ്ടിയും ബ്രസീലിയൻ ഫാൻസിന് വേണ്ടിയും അവരുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നെയ്മർ ജൂനിയർ പറയുന്നു. തീർച്ചയായിട്ടും ഈ കളി കഴിഞ്ഞപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ബ്രസീൽ ടീമിൻ്റെ മത്സരത്തിൻ്റെ റിപ്പോർട്ട് ഇട്ടപ്പോൾ അതിന് താഴെ വന്നൊരു കമൻറ്റുണ്ട്, റൊണാൾഡീഞ്ഞോ പറഞ്ഞത് ശരിയായി എന്ന്. എക്സിൽ ബ്രസീലിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അക്കൗണ്ടിൽ പോസ്റ്റ് ഇട്ടു. റൊണാൾഡീഞ്ഞോ പറഞ്ഞത് ആഡ് ആവട്ടെ അല്ലാതിരിക്കട്ടെ, പരസ്യത്തിന് വേണ്ടി പറഞ്ഞതാവട്ടെ അല്ലാതിരിക്കട്ടെ, ആ പറഞ്ഞ വാക്കുകൾ ശരിയാണ് എന്ന്. ബ്രസീൽ താരങ്ങൾ ആരും ആത്മാർത്ഥമായി കളിക്കുന്നില്ല എന്നൊക്കെ ആയിരുന്നല്ലോ അന്ന് റൊണാൾഡീഞ്ഞോയുടെ പോസ്റ്റിൽ ഉണ്ടായിരുന്നു. അത് പക്ഷെ ഒരു ആഡായിരുന്നു. ബ്രസീൽ ടീമിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു വരാനുള്ള അതിന് പിന്നാലെ വന്ന ഒരു പരസ്യത്തിലേക്ക് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ഇട്ട വെറുമൊരു പോസ്റ്റായിരുന്നു അത്. ഒരു സ്റ്റണ്ട് എന്ന് പറയാം, നമ്മൾ പറയാറില്ല, പബ്ലിസിറ്റി സ്റ്റണ്ട്. അതായിരുന്നു അത് പിന്നീട് തെളിഞ്ഞാണ് അത് റൊണാൾഡീഞ്ഞോ എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴും അത് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ അവരോടാണ് നെയ്മറുടെ ഈ വാക്കുകൾ നമ്മൾ മറുപടിയായി പറയേണ്ടത്. ഈ ഘട്ടത്തിലല്ല ടീമിൽ വിശ്വാസം അർപ്പിക്കാതെ പുറകിൽ നിന്ന് കുത്തേണ്ടത്. ഈ ഘട്ടത്തിൽ അവർ വിശ്വസിക്കുക, അവരവരുടെ സർവം സമർപ്പിച്ച് കളിക്കളത്തിൽ പ്രകടനം നടത്തുമെന്ന് വിശ്വസിക്കുക. നെയ്മർ ജൂനിയർക്ക് ആ ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ബ്രസീലിയൻ ആരാധകർക്ക് ആ ഉറപ്പില്ലേ? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.